ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ജനറൽ ഡ്യൂട്ടി അതുപോലെ തന്നെ ടെക്നിക്കൽ ഫീൽഡിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സിയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. നല്ല സാലറിയും അതുപോലെ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിഫോം പോസ്റ്റാണ്. സോ എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം. മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ അറിവിൽ നിരവധി പേർക്ക് ഈ യോഗ്യത ഉണ്ടാവും. അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലുള്ള കോസ്റ്റ് ഗാർഡിലേക്ക് ആസ് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ആയിട്ടുള്ള പുതിയൊരു അവസരം സിയിലേക്കുള്ള പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ജനറൽ ഡ്യൂട്ടി, അതായത് അതുപോലെ തന്നെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഫോർ 2026 ബാച്ചിലേക്ക് വിളിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത്. 5 ഡിസംബർ 2024 മുതൽ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. 24 ഡിസംബർ 2024 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. സോ വന്നിട്ടുള്ള പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ജനറൽ ഡ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് അപേക്ഷിക്കാനായിട്ട് 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ 1 ജൂലൈ 2000-നും 30 ജൂൺ 2004-നും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പുരുഷന്മാർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഷുഡ് ഹോൾഡ് എ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഡിഗ്രി വേണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ആസ് എ സബ്ജക്റ്റ് അപ് ടു ഇൻ്റർമീഡിയറ്റ് ഓർ ക്ലാസ് 12th ലെവലിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ ഫിസിക്സ് നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് +2 വരെ ഇതുണ്ടെങ്കിൽ, ഫിസിക്സ് മാത്സ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ +2 എന്നാണ് ഫിസിക്സ് മാത്സ് എടുത്ത് പഠിക്കുന്നത്, ആ ഒരു രീതിയിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് +2-ൽ ഫിസിക്സ് മാത്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഗ്രീൻ്റെ കൂടെ, ഏതെങ്കിലും ഒരു ഡിഗ്രിയുടെ കൂടെ മാത്സ് ഫിസിക്സ് ഡിഗ്രിയിലുള്ളവർ +2-ലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സിലേക്ക് അപേക്ഷിക്കാനായിട്ട് 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കും. കൃത്യമായി പറയുകയാണെങ്കിൽ 1 ജൂലൈ 2000-നും 30 ജൂൺ 2004-നും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഷുഡ് ഹോൾഡ് ആൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഇൻ നാവൽ ആർക്കിടെക്ചർ, അല്ലെങ്കിൽ മെക്കാനിക്കൽ, അല്ലെങ്കിൽ മറിയൻ, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ്, അല്ലെങ്കിൽ മെക്കട്രോണിക്സ് ഓർ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ, അതും അല്ലെങ്കിൽ മെട്രോളജി, അല്ലെങ്കിൽ ഡിസൈൻ ഓർ എയറോനോട്ടിക്കൽ ഓർ എയറോസ്പേസ്, അല്ലെങ്കിൽ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് അത് നിങ്ങൾക്ക് +2-ൽ ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ യോഗ്യതകളുടെ കൂടെ നിങ്ങൾക്ക് +2-ൽ മാത്സ് ഫിസിക്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ SC/STക്ക് 5 വർഷത്തെ പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട്. OBCക്ക് 3 വർഷത്തെ പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ GDയിലേക്ക്, ജനറൽ ഡ്യൂട്ടിയിലേക്ക് 110 ഒഴിവും, അതുപോലെ തന്നെ ടെക്കിലേക്ക് ഏകദേശം 30 ഒഴിവും, അങ്ങനെ ആകെ മൊത്തം 140 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം 5 സ്റ്റേജുകളിലായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എക്സാമിനേഷനാണ്. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അങ്ങനെ ഓരോരു ഘട്ടം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഫൈനൽ ലിസ്റ്റ് വരും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്ന കൃത്യമായിട്ടുള്ള സമയങ്ങൾ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ അപേക്ഷിക്കുന്നവർക്ക് ഇവിടെ കാണാൻ സാധിക്കും 300 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. SC/ST കുട്ടികൾ, SC/ST വിഭാഗത്തിൽപ്പെട്ടവർ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്നും കൂടി പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക. സോ സ്റ്റേജ് 1 നടക്കുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 25 ഫെബ്രുവരി 2025-നാണ് നടക്കുന്നത്. പിന്നെ സ്റ്റേജ് 2, 3, 4, 5 1 മുതൽ 5 വരെ നടക്കുന്ന കൃത്യമായിട്ടുള്ള എക്സാക്ട് ഡേറ്റ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. അതായത് മാസങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റിലായിരിക്കും കൃത്യമായിട്ട് ഇത് നടക്കുക. ഏകദേശം ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് പ്രൊസീജിയർ തന്നെയാണ് ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ പുതിയ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. സോ നിങ്ങളുടെ അറിവിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഈ പറഞ്ഞ യോഗ്യതയൊക്കെയുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കേണ്ട. അപേക്ഷിക്കാൻ 157 സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യം തന്നെ കയറുന്നത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്കാണ്. ബേസിക് സാലറി തന്നെ 56,100 ഉണ്ടാവും. പിന്നെ ഡെപ്യൂട്ടി കമാൻഡൻ്റ് ആവും, പിന്നെ കമാൻഡൻ്റ് ആവും, JE ആണ്, പിന്നെ കമാൻഡൻറ്റ്. അങ്ങനെ ഓരോരു പോസ്റ്റിലേക്ക് നിങ്ങൾ പ്രമോഷൻ വൈസ് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയും കാര്യങ്ങളും ബാക്കിയുള്ള ബെനിഫിറ്റ്സ്, ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെയുള്ള പോസ്റ്റാണ്. ഉയർന്നൊരു പോസ്റ്റ് തന്നെയാണ്. സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട.